So next portion is design of battens. So battens, they are plates or any other rolled sections used to connect the main components of compression members. So battens provide ചെയ്യുന്ന purpose എന്ന് വെച്ചാൽ കോളം മെമ്പേഴ്സിൻ്റെ കംപ്രഷൻ മെമ്പേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോളം സെക്ഷൻ ആണെങ്കിൽ ഈ കോളം സെക്ഷനിൽ ബാറ്റൻസ് ബോൾട്ടോ അല്ലെങ്കിൽ വെൽഡോ വെച്ചിട്ട് കണക്ട് ചെയ്യും. ആൻഡ് ദേ ഷുഡ് ബി പ്ലേസ്ഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ on the two parallel faces and should be spaced and proportioned uniformly throughout. Okay, so അത് പാരലൽ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഒരു ബാറ്റൺ ആൻഡ് ദിസ് ഈസ് ദ നെക്സ്റ്റ് ബാറ്റൺ. അങ്ങനെ ഒരു കംപ്രഷൻ മെമ്പറിൽ ത്രൂ ഔട്ട് ആയിട്ട് പാരലലി പ്ലേസ് ചെയ്യും. വേറെ ലേസിങ്സ് നമുക്കറിയാം ഇൻക്ലൈൻഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ബാറ്റൺസ് പക്ഷേ പാരലലി ആണ് പ്ലേസ് ചെയ്യുന്നത് ആൻഡ് ദേ വിൽ ഹാവ് ഒരു പ്രൊപ്പോർഷൻഡ് ആയിട്ടുള്ള ഒരു സ്പേസിങ് കാണും. Battens provided at the ends of the column are called end battens and all other battens are called intermediate battens. So column memberൽ കോളത്തിൻ്റെ രണ്ട് എൻഡ്സിലും പ്ലേസ് ചെയ്യുന്ന ബാറ്റൻസിന് എൻഡ് ബാറ്റൺ എന്നും ഇൻ്റർമീഡിയറ്റ്ലി പ്ലേസ് ചെയ്യുന്ന ബാറ്റൻസിന് ഇൻ്റർമീഡിയറ്റ് ബാറ്റൻസ് എന്നും പറയും. Battened columns have same strength as laced columns but are uneconomical and used rarely. So their main problem is they are uneconomical and hence they are used rarely. സോ ഡിസൈനിൽ നമ്മൾ ലേസിങ് പഠിച്ച പോലെ തന്നെ ലേസ്ഡ് കോളംസ് പഠിച്ചതുപോലെ തന്നെ ഫസ്റ്റ് കോളം സെക്ഷൻ ഡിസൈൻ ചെയ്യുക, ദെൻ ബാറ്റൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ദെൻ ഇറ്റ് സ്പേസിങ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഫൈനലി വി ഹാവ് ടു ഡിസൈൻ ദി ബാറ്റൺ ഫോർ ഷിയർ ആൻഡ് മൊമെൻറ്റ്. എന്നിട്ട് ഫൈനലി ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്, അതായത് ഏത് കണക്ഷനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ കണക്ഷൻ അനുസരിച്ചിട്ടുള്ള കണക്ഷൻ്റെ ഡിസൈനും ചെയ്യണം. ഇറ്റ് ക്യാൻ ബി വെൽഡ് അല്ലെങ്കിൽ ബോൾട്ടഡ് കണക്ഷൻസ് ആയിരിക്കും. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച ഡിസൈൻ കണക്ഷൻസ് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം വാല്യൂസ്, അതായത് ഏത് ബോൾട്ട് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ അസ്യൂം ആൻഡ് ഡു ദ ഫൈനലി യു ക്യാൻ ഡു ദ ഡിസൈൻ ഓഫ് കണക്ഷൻസ്. ഓക്കെ, സോ ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച ലേസിങ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് കംപ്രഷൻ മെമ്പേഴ്സ്. ഓക്കെ, ഇത് ഇപ്പോൾ ഒരു കോളം ആണെങ്കിൽ ഈ കോളത്തിൻ്റെ രണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത സെക്ഷൻസ് ആണിത്. ആൻഡ് ഈ സെക്ഷൻസിനെ കണക്ട് ചെയ്തിട്ട് ഓക്കെ ഈ സെക്ഷൻസിന് ടൈറ്റ് ആക്കി വെക്കാനായിട്ടും അതുപോലെ ഈ സ്പേസിംഗ് ഒക്കെ ഈക്വൽ ആക്കി അതുപോലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആക്കാനായിട്ടാണ് ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഒരു ഡബിൾ ലേസിംഗ് ആണ്. ക്വസ്റ്റ്യനിൽ സിംഗിൾ ലേസിങ്ങോ ഡബിൾ ലേസിങ്ങോ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലേസിങ് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഓക്കെ, അതർവൈസ് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയും സിംഗിൾ ലേസിങ് ഓർ ഡബിൾ ലേസിങ് എന്ന്. ഓക്കെ, ഇപ്പോൾ ഇത് സിംഗിൾ ലേസിങ് ആണ്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ ദിസ് ഇസ് സിംഗിൾ ലേസിങ് ആൻഡ് ദിസ് ഇസ് എ ഡബിൾ ലേസിങ്. അപ്പോൾ ലേസിങ്ങിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ആൻഡ് ദിസ് ഇസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഇസ് ദ ലെങ്ത്. ഓക്കെ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ഷൻ, അപ്പോൾ കണക്ഷനിൽ 1 ബോൾട്ട് എന്ന് വെച്ചാൽ ഇവിടെ 1 ബോൾട്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സിമിലർലി ബാറ്റൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ബാറ്റൻസ്. യു ക്യാൻ സീ ഹിയർ. ഓക്കെ, സോ ഇങ്ങനെ പാരലലായിട്ട് കൊടുക്കുന്ന സ്ട്രക്ചേഴ്സാണ് ബാറ്റൻസ്. സോ ബാറ്റൻസ് നമ്മൾ റെയർലി ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ലേസിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, ബാറ്റൻസ് ദേ ആർ uneconomical even though they provide the same strength as that of a laced column. They are uneconomical and because of that they are used rarely. Okay, so let's move on to the steps. So battened columns in the design procedure, first part എന്ന് വെച്ചാൽ column design ചെയ്യുക. Okay, by the assumed FCD value, then effective area, suitable ആയിട്ടുള്ള section choose ചെയ്യുക, then find the actual FCD value, അതായത് ഫ്രം ദി സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, ആൻഡ് ദി ആക്ച്വൽ ലോഡ്, ദെൻ സ്പേസിങ് ബിറ്റ്വീൻ ദ സെക്ഷൻ, അതായത് 2 ചാനൽ സെക്ഷൻ ആണെങ്കിൽ ആ ചാനൽ സെക്ഷൻ തമ്മിലുള്ള സ്പേസിങ്. ദെൻ നെക്സ്റ്റ് ഇസ് ബാറ്റൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ബാറ്റൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ബാറ്റൺ ദേ ആർ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ്, പാരലായിട്ട് കണക്ട് ചെയ്യുന്ന മെമ്പേഴ്സാണ്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ബാറ്റൻ്റെ ലെങ്ത് തന്നെയാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സോ ഇതാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, വിച്ച് ക്യാൻ ബി ഇറ്റ്സ് സ്പേസിങ്ങിനെ തന്നെയാണ് നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ?
So batten horizontal distance, vertical distance. Then we have to design the pattern for transverse and longitudinal shear. Batten case രണ്ട് shear ഉണ്ട്, transverse as well as longitudinal shear. Okay, then we have to design form, then we have to find out the moment value, then size, then effective depth of end batten. Okay, so end batten time, intermediate batten time, effective depth. So actually step 4 is effective depth, and effective depth നമ്മൾ okay, so length നമുക്ക് ഇവിടുന്ന് previous steps നിന്ന് കിട്ടും, and effective depth എന്ന് പറഞ്ഞാൽ ഈ distance ആണ് effective depth. So effective depth end batten and intermediate batten different ആണ്. Okay, so അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. effective depth കാൽക്കുലേറ്റ് ചെയ്യുക, തിക്നെസ് സൈസ് എന്ന് പറയുമ്പോൾ അതിൽ തിക്നെസ് വരും. ഓക്കെ, തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക, then effective depth and length. And the final part is we have to design the connection, ഒരു suitable connection, bolted ആണെങ്കിൽ ബോൾട്ട് അല്ലെങ്കിൽ വെൽഡ് ആണെങ്കിൽ വെൽഡഡ് കണക്ഷൻ ഡിസൈൻ ചെയ്യുക. ഓക്കെ, ആൻഡ് ഫൈനലി യു ഹാവ് ടു ഡ്രോ ദി ഫിഗർ. സോ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് 2 to 3 മാർക്സ് വരെ ഓരോ ഫിഗേഴ്സിന്, നിങ്ങൾ സ്ട്രക്ചറൽ ഡീറ്റെയിലിങ്ങിലെ ഫിഗേഴ്സിന് അത്രയും വെയിറ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിഗേഴ്സ് വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് ലേബൽ ചെയ്യുക, അതിലുള്ള ഓരോ കാര്യങ്ങളും ലേബൽ ചെയ്യുക. ഇപ്പോൾ ബോൾട്ടിൻ്റെ ഫിഗർ, ബോൾട്ടഡ് കണക്ഷൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ പഠിച്ചിരുന്നു. അപ്പോൾ അതിലെ ആണെങ്കിലും പിച്ച്, എൻഡ് ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യണം. അല്ലാതെ വെറുതെ ആ ഫിഗർ മാത്രം വരച്ചാൽ പോരാ, പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യണം. ഓക്കെ, ഇവിടെ ആണെങ്കിലും നമ്മൾ ഏത് സെക്ഷനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ എത്ര ബോൾട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ഫൈനൽ ഫിഗറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഡിസൈൻ പ്രോബ്ലം. സോ ഡിസൈൻ ഓഫ് ബാറ്റൺ, പ്രീവിയസ്ലി ലേസിംഗ് കണക്ഷനിൽ ലേസ്ഡ് കോളം ചെയ്ത ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ ലേസിംഗ് കോളത്തിന് പകരമായിട്ട്, ലേസ്ഡ് കോളത്തിന് പകരമായിട്ട് ബാറ്റൺ കോളം ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, so design a column with 2 channels back to back of length 10 meter to carry an axial factored load of 1400 kilonewton. The column may be assumed to have restraint in position but not in direction at both ends. Okay, use Batten connection. So Batten connection ആണ് ഈ കംപ്രഷൻ മെമ്പേഴ്സിൽ Batten connection യൂസ് ചെയ്തിട്ടുള്ള കോളമാണിത്. ആൻഡ് ഇത് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെ, അതായത് കോളം ഡിസൈൻ്റെ സ്റ്റെപ്സ് സിമിലർ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലേസ്ഡ് കോളം പഠിച്ച സിമിലർ സ്റ്റെപ്സ് തന്നെയാണ്. ഓക്കെ, സോ ഗിവൺ ഡേറ്റ, ദറ്റ് ഈസ് ലെങ്ത് ഇസ് 10 meter ആൻഡ് ഫാക്ടേർഡ് ലോഡ് ഇസ് 1400 kilonewton. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് റീസ്ട്രെയിൻഡ് ഇൻ പൊസിഷൻ ബട്ട് നോട്ട് ഇൻ ഡയറക്ഷൻ. ഓക്കെ, റീസ്ട്രെയിൻഡ് ഇൻ പൊസിഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റീസ്ട്രെയിൻഡ് ഇൻ ട്രാൻസ്ലേഷൻ, അതായത് റീസ്ട്രെയിൻഡ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ്. സോ ഫിക്സ്ഡ് ഇൻ ട്രാൻസ്ലേഷൻ ബട്ട് നോട്ട് ഇൻ ഡയറക്ഷൻ, അതായത് റൊട്ടേഷൻ ഫിക്സ്ഡ് അല്ല, റൊട്ടേഷൻ ഇസ് ഫ്രീ ആൻഡ് ട്രാൻസ്ലേഷൻ ഇസ് ഫിക്സ്ഡ്. സോ ആ കണ്ടീഷൻ ബോത്ത് എൻഡ്സിലും ഉണ്ട്. സോ ദേ ആർ പിൻഡ് ഓർ ഹിഞ്ച്ഡ് എൻഡ്സിൻ്റെ കണ്ടീഷനാണിത്. സോ വി ക്യാൻ റൈറ്റ് കെ വാല്യൂ ആസ് 1. സോ നെക്സ്റ്റ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്, ദറ്റ് ഈസ് ഡിസൈൻ ഓഫ് കോളം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അസ്യൂം FCD വാല്യൂ. ഓക്കെ, സോ അസ്യൂം 135 Newton/mm², അല്ലെങ്കിൽ 200 Newton/mm², ഏത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ചാനൽ സെക്ഷനാണ്. ആൻഡ് ലോഡ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള 1400 kilonewton ലോഡാണ്. സോ യു ക്യാൻ എയ്തർ അസ്യൂം 135 or 200 Newton/mm². ഓക്കെ, അഗെയിൻ സ്റ്റെപ്പ് 2, FCD വാല്യൂ അസ്യൂം ചെയ്തു, P വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ AE is equal to P/FCD. Okay, so 1400 into 10⁻³ divided by 135, 1400 kilonewtonലാണ്, അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുക. So we'll get the area value like this, and that is for 2 channels. 2 ചാനൽസിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. സോ സിംഗിൾ ചാനലിൻ്റെ divided by 2, that is 5185 mm². Then next is we have to select a suitable section with an area greater than 5185 mm². സോ SP6 നോക്കുക, ചാനൽ സെക്ഷനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ചാനൽ സെക്ഷനിൽ 5366 വരുന്ന ചാനൽ സെക്ഷനാണ് ISMC 350. ഓക്കെ, സോ അത് ചൂസ് ചെയ്യുക, പേജ് 6 തന്നിട്ടുണ്ട്. സോ 2 ചാനൽസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 2, മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് 2. ഓക്കെ, സോ ടോട്ടൽ ഏരിയ 1000
total area 10,732. So that is greater than നമുക്ക് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂ 10,370 ആണ്. സോ അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്യൂട്ടബിൾ സെക്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ആക്ച്വൽ FCD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആക്ച്വൽ FCD വാല്യൂ ടേബിളിൽ നിന്നാണ് കിട്ടുന്നത്, ടേബിൾ 9C. സോ ബക്ലിംഗ് ക്ലാസ് C ആണ്, കാരണം ചാനൽ സെക്ഷൻ ആയതുകൊണ്ട്. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, സോ സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ കെയുടെ വാല്യൂ അറിയാം. ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആർ മിനിമം എന്ന് വെച്ചാൽ ലേസ്ഡ് കോളത്തിലായാലും പാറ്റേൺഡ് കോളത്തിലായാലും ആർ മിനിമത്തിന് നമ്മൾ എടുക്കേണ്ടത് RZZ വാല്യൂ ആണ്. ഓക്കെ, അതായത് IZZ ആയിരിക്കും സ്മോളർ വാല്യൂ, സ്മോളർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അതുകൊണ്ട് RZZ ആണ് എടുക്കേണ്ടത്. സോ RZZ വാല്യൂ SP6 നിന്ന് എടുക്കുക. ഓക്കെ, സോ 13.66 സെൻറ്റിമീറ്റർ എന്നാണ് കിടക്കുന്നത്. അതിനെ 136 അതായത് mmലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അഗെയിൻ ഫൈൻഡ് ഔട്ട് ദി സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ. സോ സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ 73.206 എന്നാണ് കിട്ടുന്നത്. അഗെയിൻ നിങ്ങൾ IS 800 ക്ലോസ് 7.7.1.4 പേജ് 51 പറയുന്നുണ്ട് ബാറ്റൺഡ് കോളംസ് ആണെങ്കിൽ. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻ ലേസ്ഡ് കോളത്തിലും അപ്ലൈ ചെയ്തിരുന്നു. ഓക്കെ, അതായത് ലേസ്ഡ് കോളത്തിലാണെങ്കിൽ 1.05 ആയിരുന്നു. അഗെയിൻ ബാറ്റൺഡ് കോളത്തിലാണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 1.1 ഇൻറ്റു ദ ആക്ച്വൽ ലാംഡ. ഓക്കെ, സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് വെച്ചാൽ 1.1 ടൈംസ് ദി ആക്ച്വൽ വാല്യൂ. സോ 73.206 കൂടെ 1.1 മൾട്ടിപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് എ വാല്യൂ 80.52. ഓക്കെ, സോ ഈ 80.52 കറസ്പോണ്ടിങ് ആയിട്ടുള്ള FCD വാല്യൂ ടേബിൾ 9Cയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ത്രൂ ഇൻ്റർപോളേഷൻ. സോ FCD വാല്യൂ 135.22 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. FCD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആക്ച്വൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ആക്ച്വൽ ലോഡ് ഈസ് ഏരിയ ഇൻറ്റു സ്ട്രെസ്. സോ സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് എന്ന് വെച്ചാൽ FCD വാല്യൂ കംപ്രസീവ് സ്ട്രെസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 135.22. ആൻഡ് ഏരിയ എന്ന് വെച്ചാൽ പ്രൊവൈഡഡ് ആയിട്ടുള്ള ഏരിയ, അതായത് ആ രണ്ട് സെക്ഷൻ്റെയും C സെക്ഷൻ്റെ ഏരിയ. ഓക്കെ, ഇൻറ്റു FCD ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂ കിട്ടും, ആക്ച്വൽ ലോഡ് കിട്ടും 1451 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി, വിച്ച് ഇസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ. ഓക്കെ, ഇവിടെ സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. ഇൻ കേസ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഓക്കെ വി ഹാവ് ടു റീഡിസൈൻ. ഓക്കെ, റീഡിസൈൻ അതായത് പ്രീവിയസ് ഫസ്റ്റ് സ്റ്റെപ്സിലേക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. അതായത് വേറെ സെക്ഷൻ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ FCD വാല്യൂ നമ്മളിവിടെ ആദ്യം അസ്യൂം ചെയ്ത് ഈ FCD വാല്യൂ 200 എന്നാക്കുക. ഓക്കെ, അതർവൈസ് യു ഹാവ് ടു ചേഞ്ച് ദിസ്. ഈ സെക്ഷൻ കുറച്ചും കൂടെ ഒരു ഹയർ സെക്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സെയിം സ്റ്റെപ്സ് ചെയ്തിട്ട് ഫൈനലി വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വി ഹാവ് ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് സേഫ്. ഈ ഒരു സ്റ്റെപ്പിൽ സേഫ് ആണെന്ന് കാണിച്ചെങ്കിൽ മാത്രമേ നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്പേസിംഗ് ബിറ്റ്വീൻ ചാനൽ സെക്ഷൻസ്. സോ ചാനൽ സെക്ഷൻ്റെ സ്പേസിംഗ് നോക്കുക. സ്പേസിംഗ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രീവിയസ്ലി ലേസ്ഡ് കോളത്തിൽ ചെയ്ത സെയിം പ്രൊസീജിയറാണ്. അതായത് വി ഹാവ് ടു അസ്യൂം IZZ ഈസ് ഈക്വൽ ടു IYY ആയിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചാനൽ സെക്ഷൻ്റെയും IZZ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് സെയിം ആൻഡ് IYY കോയിൻസൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഈ ഒരു സിംഗിൾ ചാനൽ സെക്ഷൻ്റെയും ഈ ഹോൾ സ്ട്രക്ചറിൻ്റെയും Y ആക്സിസുകൾ ഡിഫറെൻ്റ് ആണ്. സോ ഇതാണ് ഹോൾ സ്ട്രക്ചറിൻ്റെ Y ആക്സിസ് ആൻഡ് Y1 എന്ന് വെച്ചാൽ ഈ സിംഗിൾ ചാനൽ സെക്ഷൻ്റെ Y ആക്സിസ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു കേസിൽ വി ഹാവ് ടു അപ്ലൈ പാരലൽ ആക്സിസ് തിയറം ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് IYY. സോ IYY കാൽക്കുലേറ്റ് ചെയ്യുക, IZZും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ IZZ എന്ന് വെച്ചാൽ ഈ രണ്ട് ചാനൽ സെക്ഷൻ്റെയും വാല്യൂസ്. ഓക്കെ, രണ്ട് ചാനൽ സെക്ഷനുണ്ട്. സോ 2 ഇൻറ്റു IZZ ഓഫ് ഏതെങ്കിലും ഒരു ചാനൽ സെക്ഷൻ അറിയാമെങ്കിൽ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 2. ആൻഡ് IYY വാല്യൂ എന്ന് വെച്ചാൽ ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ്റെ Y1 നമുക്കറിയാം. സോ Y1 പ്ലസ് ഏരിയ ഓഫ് ദിസ് സെക്ഷൻ ഇൻറ്റു ഈ ഒരു ഇതിൻ്റെ സെൻട്രലിൽ നിന്ന് ഓക്കെ ഈ ഒരു ആക്സിസിൽ നിന്ന് ഈ ഒരു ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ,
ആൻഡ് എച്ച് വാല്യൂ അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക എന്ന് വെച്ചാൽ CYY പ്ലസ് CYY പ്ലസ് D/2 if D is the distance between these two sections. So അത് രണ്ട് ചാനൽസ് ഉള്ളതുകൊണ്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ആൻഡ് വി ഹാവ് ടു സീ ഇപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം ആൻഡ് യു ഹാവ് ടു സോൾവ് ദിസ് ഇക്വേഷൻ ആൻഡ് ഓൺ സോൾവിങ് യു ഗെറ്റ് 220 mm എന്ന് കിട്ടും. ഓക്കെ, സോ ഈ IZ, Y1 വാല്യൂസ് ആൻഡ് A വാല്യൂ അതുപോലെ തന്നെ CYY ഇതെല്ലാം SP6 പേജ് 6 and 7 നിന്ന് കിട്ടും. ഓക്കെ, സോ പേജ് 6 and 7 all these values. Again next is ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ ഓഫ് കോളം സെക്ഷനിലുള്ളത്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ബാറ്റൺ, നമ്മൾ ബാറ്റണിൻ്റെ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് ലെങ്ത്തും അതുപോലെ തന്നെ സ്പേസിങ്ങും ചെക്ക് ചെയ്യണം. ഓക്കെ, സ്പേസിങ്ങും ഫൈൻഡ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ ഈസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ബാറ്റൺ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ബാറ്റൺ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു D + 2 ഇൻറ്റു ഗേജ് ഡിസ്റ്റൻസ്. സോ ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഗേജ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. സോ അത് നമുക്ക് 60 ആയിട്ട് അസ്യൂം ചെയ്യാം. 60, 70 അത് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ആൻഡ് D is the distance between these two sections. ഓക്കെ, ഇങ്ങനെയായിരുന്നു ചാനൽ സെക്ഷൻ. ഓക്കെ, സോ ഇതായിരുന്നു D, നമ്മൾ പ്രീവിയസ്ലി കണ്ടുപിടിച്ച വാല്യൂ D. ഓക്കെ, സോ we can find out the value of S വാല്യൂ ഇവിടെ കിട്ടും. ഓക്കെ, S വാല്യൂ എന്ന് വെച്ചാൽ ലെങ്ത് ആണ്, ഈ ഒരു ബാറ്റൻ്റെ ലെങ്ത് ആണ്. സോ ദറ്റ് ലെങ്ത് വിൽ ബി 340 mm. നെക്സ്റ്റ് ഇസ് we have to find the spacing of the batten. So spacing of the batten IS 800 ക്ലോസ് 7.7.3 പേജ് 51 കൊടുത്തിട്ടുണ്ട് കണ്ടീഷൻ. സോ ഈ സ്പേസിംഗ് ഓഫ് ബാറ്റൻ്റെ കണ്ടീഷൻ ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് നമ്മൾ സ്പേസിംഗ് ഓഫ് ലേസിങ്സും ഈ സിമിലറായിട്ട് തന്നെയായിരുന്നു, ഈ കണ്ടീഷൻ തന്നെയായിരുന്നു യൂസ് ചെയ്തത്. ഓക്കെ, സോ ക്ലോസ് 7.7.3 സോ സ്പേസിംഗ് കണ്ടുപിടിക്കാനായിട്ട് what we have to do is the slenderness ratio of the channel section should be less than 50 or it should be less than, okay, and it should be less than 0.7 times the slenderness ratio of the whole structure. Slenderness ratio of the whole structure നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ഓൾറെഡി പ്രീവിയസ് സ്റ്റെപ്സിൽ. ആൻഡ് സോ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? KL/R min is less than, should be less than 50 or it should be less than 56.364. ഓക്കെ, അങ്ങനെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് L വാല്യൂ വി ഡോണ്ട് നോ ദ വാല്യൂ ഫോർ L. ഓക്കെ, L എന്ന് വെച്ചാൽ എന്താ? L ഈസ് നോട്ട് ദി ലെങ്ത് ഓഫ് ദി ബാറ്റൺ അല്ല ഇവിടെ പറയുന്നത്. L എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, ഈ സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ഈ ഒരു പാർട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ C എന്ന് വെച്ചാൽ ഈ ഒരു മെമ്പറിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മെമ്പർ എന്ന് വെച്ചാൽ ഈ കോളം മെമ്പറിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, ഈ ഒരു പോർഷൻ. സോ അതിൻ്റെ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? C. ഓക്കെ, ഈ ലെങ്ത് എന്ന് വെച്ചാൽ C ആണ്. സോ അതിന് K1 ആൻഡ് L ഇസ് C എന്ന് കൊടുക്കാം. C ആണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്, C ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ സ്പേസിംഗ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് R മിനിമം എന്ന് വെച്ചാൽ RZZലും RYYയിലും ഉള്ള മിനിമം വാല്യൂ ഏതാണ് അതാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ അതിൽ RYY ആണ് 28.3 എന്ന് പറയുന്നത്. ഓക്കെ, സോ 28.3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഫോർ C. സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് C ഷുഡ് ബി ലെസ് ദാൻ 1415 ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1595. ഓക്കെ, അപ്പോൾ നമുക്കൊരു 1200 പ്രൊവൈഡ് ചെയ്യാം. Again, next is part C. Okay, part C യിൽ ഡിസൈൻ ഓഫ് ബാറ്റണിൻ്റെ ഡിസൈൻ ആണ്. ആൻഡ് ബാറ്റണിൻ്റെ ഡിസൈനിൽ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ട്രാൻസ്വേഴ്സ് ഷിയർ, ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ ആൻഡ് മൊമെൻറ്റ്. ഓക്കെ, ഇത് ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻസ് ഡയറക്റ്റ്ലി പേജ് 51 ക്ലോസ് 7.7.2.1 ഉണ്ട്. സോ അതനുസരിച്ചിട്ട് ചെയ്യുക. ട്രാൻസ്വേഴ്സ് ഷിയർ BT എന്ന് വെച്ചാൽ 2.5 ടൈംസ് ദ പെർസെൻറ്റേജ് ഓഫ് ആക്സിയൽ ഫോഴ്സ്, അതായത്
2.5 by 100 into axial force ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1400. ഓക്കെ, സോ യു വിൽ ഗെറ്റ് 35 kN എന്ന് കിട്ടും. എഗെയിൻ നെക്സ്റ്റ് ഇസ് ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ. അപ്പോൾ ലേസ്ഡ് കോളത്തിലായിരുന്നെങ്കിൽ നമ്മൾ സിംഗിൾ ലേസിങ്ങിനും ഡബിൾ ലേസിങ്ങിനും VT/2 VT/4 എന്നൊക്കെ ചെയ്യണമായിരുന്നു. ഇവിടെ അങ്ങനെ വേണ്ട. വി ക്യാൻ ഡയറക്ട്ലി ടേക്ക് ദി VT വാല്യൂ ആസ് 35. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ. അടുത്തത് ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ ആണ്. സോ ഓക്കെ, ബാറ്റേണിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ട്, ലോങ്ങിറ്റ്യൂഡിനൽ ആൻഡ് ഓക്കെ രണ്ട് ആക്സിസ്, രണ്ട് പ്ലെയിൻസ് ആണുള്ളത്, ലോങ്ങിറ്റ്യൂഡിനൽ പ്ലെയിനും ട്രാൻസ്വേഴ്സ് പ്ലെയിനും. സോ ആ ലോങ്ങിറ്റ്യൂഡിനൽ പ്ലെയിനിലുള്ള ഷിയർ ആണ് ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ ആൻഡ് ട്രാൻസ്വേഴ്സ് ഷിയർ ട്രാൻസ്വേഴ്സ് പ്ലെയിനിലുള്ള ഷിയർ. ഓക്കെ, സോ ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ ഇസ് VB is equal to VT into C/NS. Okay, so ഈ equation it is given in the IS code, IS 800 page 51 തന്നിട്ടുണ്ട്. ഓക്കെ, സോ VT എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത വാല്യൂ 35. C is the spacing 1200 and N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്ലെയിൻസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് പാരലൽ പ്ലെയിൻസ്. സോ അത് എപ്പോഴും 2 ആയിട്ട് തന്നെ എടുക്കുക, ബാറ്റണിന് 2 ആയിട്ട് തന്നെ എടുക്കുക. സോ രണ്ട് പാരലൽ പ്ലെയിൻസ് ആണ് ബാറ്റൻസിലുള്ളത്. അഗെയിൻ S is the length of the batten. Okay, so you will get the value for longitudinal shear കിട്ടും. ആൻഡ് നെക്സ്റ്റ് ഇസ് മൊമെൻറ്റ്. മൊമെൻറ്റിൻ്റെ ഇക്വേഷനും ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ്ലി കോഡിൽ തന്നിട്ടുണ്ട്, IS 800 ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് എഴുതുക. ആൻഡ് VT 35, C 1200, then N is 2. ഓക്കെ, അഗെയിൻ ഇതിൻ്റെ വാല്യൂ കൺവേർഷനൊക്കെ യൂണിറ്റൊക്കെ കറക്റ്റായിട്ട് എഴുതുക. സോ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് സോ ഷിയർ ഇൻ ബോത്ത് ഡയറക്ഷൻ, ട്രാൻസ്വേഴ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ ഡയറക്ഷൻ, ദെൻ മൊമെൻറ്റ് ആൻഡ് ദെൻ സൈസ്. സൈസിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്, തിക്നെസ്സും ഡെപ്തും. ഓക്കെ, ഡെപ്ത് എന്ന് വെച്ചാൽ ഇഫ് യു ആർ ഇങ്ങനെയാണ് ഒരു ബാറ്റേൺ എങ്കിൽ ബാറ്റേണിൻ്റെ തിക്നെസ്. ഓക്കെ, സോ ഇതൊരു പ്ലേറ്റ് സ്ട്രക്ചേഴ്സാണ് ബാറ്റേൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബാറ്റേണിൻ്റെ ലെങ്ത് നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി വേണ്ടത് ഈ തിക്നെസ്സും അതുപോലെ തന്നെ ഈ ഡെപ്തുമാണ്. ഓക്കെ, ഡെപ്ത് ആൻഡ് ദിസ് തിക്നെസ്. സോ ഡെപ്തും തിക്നെസ്സും ആണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ഫ്രം IS 800 2007 പേജ് 51 ക്ലോസ് 7.7.2.3 തന്നിട്ടുണ്ട്. ഓക്കെ, so thickness should be less than or equal to 1/50th of S value. S എന്ന് വെച്ചാൽ length. And it should not be less than, okay, so it should not be less than 6.8. So 6.8നേക്കാളും കുറയരുത്. And so we can provide 8 mm പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, then next is effective depth. effective depth എന്ന് വെച്ചാൽ അത് ഡിഫറെൻ്റ് ആണ്. എൻഡ് ബാറ്റൺ, അതായത് ബാറ്റൺസ് വിച്ച് ആർ പ്രൊവൈഡഡ് ടുവേർഡ്സ് ദി എൻഡ്, അതാണ് എൻഡ് ബാറ്റൺ. എൻഡ് ബാറ്റണിലും അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്റൺസിലും എഫക്റ്റീവ് ഡെപ്ത് ഡിഫറെൻ്റ് ആണ്. സോ എൻഡ് ബാറ്റൺ ആണെങ്കിൽ ഇതാണ്, ഈ രണ്ട് ഡിസ്റ്റൻസിനേക്കാളും കുറയരുത്, ഈ രണ്ട് വാല്യൂസിനേക്കാളും കുറയരുത്. വൺ ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഈ രണ്ട് ചാനൽ സെക്ഷൻ്റെയും സെൻട്രോയിഡൽ ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് D പ്ലസ് D പ്ലസ് CY. ഇപ്പോൾ രണ്ട് CY ഉണ്ട്, സോ D പ്ലസ് 2CYY, അതിനേക്കാളും കുറയരുത്. ആൻഡ് 2 times the width of the member. width എന്ന് വെച്ചാൽ ഇത്. ഓക്കെ, സോ width of flange, width of the member എന്ന് വെച്ചാൽ width of the compression member. ഓക്കെ, സോ if end battened depth, effective depth shall not be less than D plus 2CYY and 2 into width. ഓക്കെ, ഈ സെയിം കാര്യം തന്നെ എഴുതിയേക്കാണ്. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D എന്ന് വെച്ചാൽ D is 220, ഈ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, 220. ദെൻ CYY 24.4 ആൻഡ് BF SP6 നിന്ന് കിട്ടും. ഓക്കെ, 100. സോ രണ്ട് വാല്യൂസാണ് കിട്ടുന്നത്. വൺ ഇസ് 268നേക്കാളും കുറയരുത്, അതുപോലെ 200നേക്കാളും കുറയരുത്. ഓക്കെ, സോ നമുക്ക് 270 പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ,
268-നേക്കാളും കുറയരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ 270 പ്രൊവൈഡ് ചെയ്യാം. സോ 270 എന്ന് വെച്ചാൽ എന്താ, ഈ എൻഡ് ബാറ്റൻ്റെ ഡെപ്ത് ആണ് 270. ഓക്കെ, എൻഡ് ബാറ്റൻ്റെ ഡെപ്ത് ആണ് 270 ആൻഡ് തിക്നെസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു 8 mm. ലെങ്ത് ഓൾറെഡി അറിയാം 240. ഓക്കെ, ലെങ്ത് എന്ന് വെച്ചാൽ ദാറ്റ് എസ് വാല്യൂ ഇസ് ദി ലെങ്ത്. ഓക്കെ, സോ എൻഡ് ബാറ്റൺ ഡിസൈൻ ചെയ്തു. നെക്സ്റ്റ് വേണ്ടത് ഇൻ്റർമീഡിയറ്റ് ബാറ്റൺ ആണ്. ഇൻ്റർമീഡിയറ്റ് ബാറ്റൻ്റെ ഈ ഒരു വാല്യൂ നമുക്ക് ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഡയറക്ട്ലി ഫ്രം ദി കോഡ്. കോഡിൽ ക്ലോസ് നോക്കുക. ക്ലോസിൽ പറയുന്നുണ്ട് ഇൻ്റർമീഡിയറ്റ് ബാറ്റൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 3/4 ദി effective depth of end batten. Okay, depth of end batten effective depth of intermediate batten. Okay, ഇപ്പോൾ intermediate batten എന്ന് വെച്ചാൽ effective battൻ്റെ ഡെപ്തിനേക്കാളും 3/4 കുറയരുത്. ആൻഡ് പിന്നെ സെക്കൻഡ് കണ്ടീഷൻ, ഓക്കെ, 2 times width of the മെമ്പറിനേക്കാളും കുറയരുത്. സോ 205 and 200, സോ 205 പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇൻ്റർമീഡിയറ്റ് ബാറ്റൻ്റെ effective depth എന്ന് വെച്ചാൽ 205 mm. ഓക്കെ, തിക്നെസ് ഓൾറെഡി 8 mm കാൽക്കുലേറ്റ് ചെയ്തു ആൻഡ് ലെങ്ത് എസ്. ഓക്കെ, സോ അങ്ങനെ എൻഡ് ബാറ്റൺ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ബാറ്റൻ്റെ സൈസ് കിട്ടി. ഇനി നമുക്ക് ദാറ്റ് ആ ഒരു പാർട്ട് ഓവറായി, ബാറ്റൻ്റെ ഡിസൈൻ പാർട്ട് ഓവറായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ബാറ്റൻ്റെ ഡിസൈനിന്. ഓക്കെ, സോ ആ ഫിഗർ നിങ്ങൾ വരയ്ക്കുക. സോ ഫിഗർ വരയ്ക്കാനായിട്ട് എൻഡ് ബാറ്റൺ, ഓക്കെ, സോ ഇതാണ് 2 മെമ്പേഴ്സാണ് ഇത്. ഓക്കെ, അതായത് ചാനൽ സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ചാനൽ സെക്ഷൻ്റെ വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഇൻ്റർമീഡിയറ്റ് ബാറ്റൺ എൻഡ് ബാറ്റൺ രണ്ടിൻ്റെയും നമുക്ക് കിട്ടിയ വാല്യൂസ്. ഓക്കെ, അതായത് ദിസ് ഈസ് ദ ലെങ്ത് കിട്ടി ആൻഡ് ദിസ് ഈസ് ദ എഫക്റ്റീവ് ഡെപ്ത്, ദിസ് ഈസ് ദ തിക്നെസ്. അങ്ങനെ ഈ 3 വാല്യൂസും നോട്ട് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്യുക, നീറ്റായിട്ട് വരയ്ക്കുക, നീറ്റായിട്ട് മാർക്ക് ചെയ്യുക. അഗെയിൻ ഈ ഒരു വാല്യൂ ഡി വാല്യൂ നമ്മൾ കിട്ടിയായിരുന്നു, അതും മാർക്ക് ചെയ്യുക. സി വാല്യൂ മാർക്ക് ചെയ്യുക. സി എന്ന് വെച്ചാൽ സ്പേസിങ്. ഓക്കെ, 2 ബാറ്റൺസ് ഉണ്ട്. സോ 2 ബാറ്റൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് ആണ് സി. അഗെയിൻ നമുക്ക് ഇനി വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി കണക്ഷൻ. ഓക്കെ, ഇതിലപ്പോൾ എത്ര ബോൾട്ട് വേണം എന്നുള്ള കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടി ബോൾട്ടിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് നോക്കുക. സോ ഇവിടെ M20 ബോൾട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷിയർ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ സിംഗിൾ ഷിയർ പ്ലെയിൻ യൂസ് ചെയ്താൽ മതി. ആൻഡ് വി ഗെറ്റ് ഷിയർ കപ്പാസിറ്റി ആസ് 45.27 Newton ആൻഡ് ബെയറിംഗ് കപ്പാസിറ്റി ആസ്, ഓക്കെ, ബെയറിംഗ് കപ്പാസിറ്റി സെയിം സ്റ്റെപ്സ് VD/PB കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലൈസിങ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടുന്നത് 65.6 എന്ന് കിട്ടും ബെയറിംഗ് കപ്പാസിറ്റി. അഗെയിൻ ബോൾട്ട് വാല്യൂ എന്ന് വെച്ചാൽ മിനിമം ഓഫ് ബോത്ത്, സോ 45.27 എന്ന് കിട്ടും. അഗെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്താണ്. ഓക്കെ, സോ നമ്പർ ഓഫ് ബോൾട്ട് എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ബോൾട്ട് വാല്യൂ. അപ്പോൾ ഈ ഫോഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ബിക്കോസ് നമുക്കിവിടെ 3 ലോഡ് വാല്യൂസ് ഉണ്ട്. വൺ ഈസ് ദ ഫാക്ടേർഡ് ലോഡ്. ഫാക്ടേർഡ് ലോഡ് ക്വസ്റ്റ്യനിൽ തരുന്ന ലോഡാണ് ആദ്യത്തേത്. ഓക്കെ, സോ ആ ലോഡ് വെച്ചിട്ടല്ല നമ്മൾ ബോൾട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. ബോൾട്ട് ഡിസൈൻ ചെയ്യേണ്ടത് ബാറ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ബാറ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ 2 ഫോഴ്സ് ഉണ്ട്, ലോങ്ങിറ്റ്യൂഡിനൽ ഫോഴ്സും ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ ആൻഡ് ട്രാൻസ്വേഴ്സ് ഷിയർ. ഓക്കെ, സോ ബാറ്റൺസിൽ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ബോൾട്ട് ഡിസൈൻ ചെയ്യാനായിട്ട്, ഓക്കെ, ഈ ബോൾട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ വാല്യൂ ആണ്. ഓക്കെ, ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ വാല്യൂ ആണ്. സോ ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. സോ ദിസ് ഈസ് ദ ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ വാല്യൂ 61.76. ഓക്കെ, സോ ഈ വാല്യൂ ആണ് ചൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ബോൾട്ടിൻ്റെ കാൽക്കുലേഷൻ. വെറാസ് ലേസിങ്ങിൽ നമ്മൾ എടുത്തിരുന്നതെന്ന് വെച്ചാൽ സിംഗിൾ ലേസിംഗ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഷിയർ വാല്യൂ ആയിരുന്നു എടുത്തിരുന്നത്. ഇവിടെ വി ഹാവ് ടു ടേക്ക് ദി ലോങ്ങിറ്റ്യൂഡിനൽ ഷിയർ വാല്യൂ. ഓക്കെ, സോ 61.76 ഡിവൈഡഡ് ബൈ 45.27 1.36 എന്ന് കിട്ടും. സോ റഫ്ലി 2 ബോൾട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആ 2 ബോൾട്ട് എന്ന് വെച്ചാൽ ഈ ഒരു കണക്ഷനിലാണ് 2 ബോൾട്ട്. ഓക്കെ, അഗെയിൻ അടുത്ത സൈഡിലും 2 ബോൾട്ട്.
ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ഫിഗേഴ്സ് കറക്റ്റായി വരയ്ക്കാം. ആൻഡ് ഹിയർ യു ക്യാൻ സീ ഇതിൻ്റെ ഒരു സെക്ഷൻ, ക്രോസ് സെക്ഷൻ കൂടെ കാണിച്ചേക്കാം. ഓക്കെ, ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ സി മെമ്പർ ഉണ്ട്. സോ ദിസ് ഇസ് ദ സി മെമ്പർ ആൻഡ് ഇതാണ് ബാറ്റൺ. ഓക്കെ, സോ ISMC 350 ആൻഡ് ബാറ്റൻസ് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്ത ബാറ്റൺ. ഓക്കെ, സോ സെക്ഷൻ കൂടെ നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. ഓക്കെ.